കളി തുടങ്ങുമ്പോഴാണ് ആളുകൾ മനസ്സിലാക്കുന്നത് സുഖമില്ലാത്ത ചെക്കനാണ്. കാരണം കണ്ടാമുഖത്തിന്റെ തൊലിക്കട്ടി കമന്റ് കണ്ടിട്ടുണ്ട്. കാണാറുണ്ട് പല കമന്റ്സുകളും ഞാൻ ഇതുപോലെ കാണാറുണ്ട്. അപ്പൊ അവരോട് ഇതേപോലെ ഞാൻ കൂടുതൽ റിയാക്ട് ചെയ്യാറ്, ചിലപ്പോൾ ചിരിക്കുന്ന സ്റ്റിക്കർ കൊടുത്തിട്ട് ഞാൻ അങ്ങോട്ട് നിർത്തും. അങ്ങനെ പാട്ട് തുടങ്ങി സ്റ്റെപ്പ് ഇടാൻ ആരില്ല. സത്യമായിട്ടും അങ്ങനെ നിങ്ങളോട് പറയുകയാണെങ്കിൽ ഞാനത് തുടങ്ങി കൊടുത്തതിന് ശേഷം ഗാനമേള ഫുള്ള് ഹരായി. കാരണം സേഫ് വരുന്നോടെ പരിപാടി തുടങ്ങണമെങ്കിൽ എന്റെ ലൈഫിൽ അങ്ങനെ ഒരു പ്രണയം ഉണ്ടായിട്ടില്ല. +2 പഠിക്കുന്ന സമയത്ത് എനിക്കൊരു ഇഷ്ടം ഒരു കൊച്ചിനോട് തോന്നിയിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ഈ വീഡിയോ അവളും കാണുന്നുണ്ടാവും. അങ്ങനെ പിന്നെ ഞാൻ എന്താക്കി പബ്ലിക് ഡാൻസിലേക്ക് ഇറങ്ങാന്ന് വിചാരിച്ചു. എന്റെ വാപ്പ പഴയ കാലത്തൊരു ഡാൻസറാന്ന് നാട്ടുകാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ കഴിയുമ്പോ ചില ആളുകൾ വന്നിട്ട് പറയും അടിപൊളി ഡാൻസ് കിട്ടും, പക്ഷെ സോങ് ഇല്ലേ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ തൊലിക്കെട്ടിന്റെ കാര്യത്തെ കുറിച്ച് നിങ്ങൾ ചോദിച്ചല്ലോ. അതെന്ന് പറഞ്ഞാല് ഞാൻ ഏറ്റവും കൂടുതൽ പബ്ലിക് ചെയ്യുമ്പോ ജനങ്ങൾ എന്നെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും ആ പുറകിൽ നിൽക്കുന്ന ആളുകളെ ഫേസിലെ എക്സ്പ്രഷൻ അതൊക്കെയാണ് ആളുകൾ വാച്ച് ചെയ്യുന്നത്. ഞാൻ ഈ പബ്ലിക്കിലേക്ക് വീഡിയോ ചെയ്തു തുടങ്ങുന്ന സമയത്ത് ഞാൻ ആദ്യം ഉമ്മ ഉപ്പ ഫാമിലി ഒക്കെ ഉണ്ട്. അപ്പൊ ഞാനിങ്ങനെ ടിക്ടോക്കിൽ ഓൺ വോയിസ് 1-2 ചെയ്ത് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ട സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഡാൻസ് കളിച്ച് സെൻസേഷണൽ ആയിട്ടുള്ള ഒരാളുണ്ട്. മലപ്പുറം കൊണ്ടോട്ടിക്കാരനായിട്ടുള്ള സെയ്ഫ് അലി ഖാൻ. അദ്ദേഹമാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. സ്വാഗതം. അടിപൊളിയായിട്ട് പോകുന്നു. പിന്നെ നിങ്ങളെ വീഡിയോസ് എല്ലാവർക്കും പരിചിതമാണ്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാം. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഡാൻസ് കളിച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ വൈറലായിട്ടുണ്ട്. നല്ല രീതിയിൽ കമന്റുകളും കാര്യങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. നമുക്ക് നിങ്ങൾ ഇതിലേക്ക് എത്തുന്ന ആ ഒരു പോയിന്റ് തൊട്ട് തുടങ്ങാം. എങ്ങനെയാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആദ്യമായിട്ട് ഈ പോസ്റ്റ് ചെയ്യുന്ന രീതിയിലോട്ട് വരുന്നത്? എങ്ങനെയാണ് ഈ ഡാൻസ് തിരഞ്ഞെടുക്കുന്നത്? ഓക്കെ, നിങ്ങൾ ചോദിച്ചത് നല്ലൊരു ചോദ്യമാണ്. കാരണം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഏകദേശം ഒരു 6 മന്ത് മേ ബി ഒരു 8 മന്ത് ആവുന്നേ ഉള്ളൂ. അത് മാത്രല്ല, ഞാൻ കുവൈത്തിൽ പോയതിന് ശേഷം എൻ്റെ ബോസ്, എൻ്റെ മാഡം അവരൊക്കെ എനിക്ക് നല്ല സപ്പോർട്ടാണ്. അപ്പോൾ അവിടെ ഒരു മോനുണ്ട്, ചെറുതായിട്ടൊരു ഡിസബിൾ ആയിട്ടുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ ആ മോന് ഒരു ഓൺ വോയിസ് ഇങ്ങനെ ചെയ്ത്, കാരണം അവൻ അങ്ങനെ മദ്രസയിൽ കൊണ്ടുപോവാ തിരിച്ചു കൊണ്ടുവരാ, അതായിരുന്നു എൻ്റെ ഡ്യൂട്ടി. ആ സാഹചര്യത്തിൽ ഒരു ഓൺ വോയിസ് 1-2 അങ്ങനെ ചെയ്ത് അങ്ങനെ ആ മോന്റെ എന്താ പറയാ മൈൻഡൊക്കെ ഒന്ന് മാറി അവൻ അത്രത്തോളം ഡെവലപ്പ് ആവാൻ കാരണം ഞാനൊരു വ്യക്തിയാണ്. അങ്ങനെ ഇപ്പൊ ഞാൻ കുവൈത്തിൽ 5 വർഷമായി. അതിന് മുന്നേ സൗദി, ഖത്തർ, ബഹ്റൈൻ അങ്ങനെയുള്ള രാജ്യങ്ങളായിരുന്നു ജോലി ചെയ്തത്. അങ്ങനെ പിന്നെ ഞാൻ എന്താക്കി പബ്ലിക് ഡാൻസിലേക്ക് ഇറങ്ങാന്ന് വിചാരിച്ചു. എന്റെ വാപ്പ പഴയ കാലത്തൊരു ഡാൻസറാന്ന് നാട്ടുകാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ പിന്നെ എന്താക്കി, എനിക്ക് തോന്നി എന്തുകൊണ്ട് പബ്ലിക്കിൽ ചെയ്തുവിടാം. ആ പാട്ടാണെങ്കിലും ഇനിയിപ്പോ ആൽബം സോങ് ആണെങ്കിലും ഒക്കെ പബ്ലിക്കിലാണ് ചെയ്യാറ്. പക്ഷെ ഞാനൊരു ഡാൻസർ അല്ല, ഒരു പബ്ലിക് ചലഞ്ചർ എന്നുള്ള രീതിയിൽ എത്രയോ നല്ല ഡാൻസർമാരെ അക്കൗണ്ടുകൾ ഇതുപോലെ ഇങ്ങനെ റീച്ച് ഇല്ലാതെ കിടക്കുന്നുണ്ട്. അപ്പൊ അതുപോലത്തെ ആളുകളെ ഏറ്റവും കൂടുതൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എന്നാണ് ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്. കാരണം ഞാൻ എന്ത് പബ്ലിക്കിൽ ചെയ്താലും എനിക്ക് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടാറുണ്ട്. ഓക്കെ, നമ്മള് നിങ്ങളെ ഡാൻസ് തുടങ്ങിയത് എങ്ങനെയാണെന്ന് പറഞ്ഞു. എവിടെയായിരുന്നു GCC? എവിടെയായിരുന്നു GCC? ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് ഞാൻ കുവൈത്തിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ പെട്ടെന്ന് സുഖമില്ലാത്തത് കൊണ്ട് നാട്ടിലേക്ക് ലീവിന് വന്നതായിരുന്നു. 2 വീക്കായി. അപ്പോഴാണ് നിങ്ങൾ വിളിക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. അങ്ങനെ ഈ ഡാൻസ് ചെയ്യുന്ന സമയത്ത് പബ്ലിക്കായിട്ട് നിങ്ങൾ ഡാൻസ് ചെയ്യുന്നുണ്ട്. അപ്പോ അതും ഡാൻസ് അത്ര പ്രൊഫഷണൽ ആയിട്ടല്ല അത് പോകുന്നത് നിങ്ങൾ തന്നെ പറഞ്ഞു. അപ്പോ നിങ്ങൾക്കറിയാം ഇതെങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത്. അപ്പൊ ഇതിന്റെ അടിയിൽ വരുന്ന കമന്റുകൾ ഒക്കെ ഭയങ്കര കമന്റുകൾ, അതായത് വല്ലാത്ത ജാതി തൊലിക്കെട്ടി എന്നുള്ള രീതിയിലൊക്കെ കമന്റ് വരാറുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഈ തൊലിക്കെട്ടി? എന്താണ് ഈ തൊലിക്കെട്ടിക്ക് പിന്നിലുള്ള രഹസ്യം? അത് എന്താന്ന് ചോദിച്ചാല്, ഈ പബ്ലിക്കിൽ ഏറ്റവും കൂടുതൽ ക്രൗഡ് ഉള്ള സ്ഥലത്താണ് ഞാൻ ലക്ഷ്യം വിട്ടിട്ട് ഡാൻസ് കളിക്കാറ്. പക്ഷെ ആളുകളെ കഴിയുമ്പോൾ ബുദ്ധിമുട്ടിക്കാതെ ഞാൻ എന്റേതായ രീതിയിൽ ചെയ്തു പോവാണ്. പിന്നെന്ന് പറഞ്ഞാൽ ഞാനിപ്പോ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വന്ന സമയത്ത് എന്റെ വീടിന്റെ അടുത്ത് നമ്മളൊരു സുഹൃത്തുണ്ട്, ഡാൻസ് മാസ്റ്റർ ആണ്. അദ്ദേഹം എനിക്ക് 2 ഡാൻസ് പെർഫെക്റ്റ് ആയിട്ട് പഠിപ്പിച്ചത്. ആ 2 ഡാൻസ് മാത്രമേ പെർഫെക്റ്റ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുള്ളൂ. അത് ഒരു മുക്കാപ്പില കോഴിക്കോട് ബീച്ചിൽ വെച്ചിട്ട് ചെയ്തതായിരുന്നു. അത് ഈ വരവിലല്ലായിരുന്നു, അല്ല കഴിഞ്ഞ വരവിലായിരുന്നു. പിന്നെ അതേപോലെ തന്നെ വേറൊരു ഡാൻസ്, ആ സോങ് എനിക്ക് അത്ര ഓർമ്മ കിട്ടുന്നില്ല, കാരണം കുറച്ച് മറവിയുണ്ട്. പിന്നെ തൊലിക്കെട്ടിന്റെ കാര്യത്തെ കുറിച്ച് നിങ്ങൾ ചോദിച്ചല്ലോ. അതെന്ന് പറഞ്ഞാല് ഞാൻ ഏറ്റവും കൂടുതൽ പബ്ലിക് ചെയ്യുമ്പോ ജനങ്ങൾ എന്നെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും ആ പുറകിൽ നിൽക്കുന്ന ആളുകളെ ഫേസിലെ എക്സ്പ്രഷൻ
അതൊക്കെയാണ് ആളുകൾ വാച്ച് ചെയ്യുന്നത്. അതെ അതെ അതുകൊണ്ടാണ് അത് അത്ര റീച്ചിൽ പോകാനുള്ള ഒരു കാരണം. പിന്നെ ഒരുപാട് ബാഡ് കമന്റ്സ് കാണാറുണ്ട്. ഞാൻ ആരെയും തിരിച്ച് വിളിക്കാറില്ല. കാരണം നമ്മൾ അതിനോട് പ്രതികരിക്കുമ്പോൾ ഞാനും അവര് തുല്യായി. പിന്നെ കൂടുതലൊക്കെ വിളിക്കുമ്പോ നിൽക്കാതെ വിളിക്കുമ്പോ എപ്പോഴെങ്കിലൊക്കെ ഞാനും പ്രതികരിക്കാറുണ്ട്. അത്രേ ഉള്ളൂ. ഈ കണ്ടാമുഖത്തിന്റെ തൊലിക്കട്ടി കമന്റ് കണ്ടിട്ടുണ്ട്. കാണാറുണ്ട്. പല കമന്റ്സുകളും ഞാൻ ഇതുപോലെ കാണാറുണ്ട്. അപ്പൊ അവരോട് ഇതേപോലെ ഞാൻ കൂടുതൽ റിയാക്ട് ചെയ്യാറ്. ചിലപ്പോൾ ചിരിക്കുന്ന സ്റ്റിക്കർ കൊടുത്തിട്ട് ഞാൻ അങ്ങോട്ട് നിർത്തും. അതെ അല്ലേ. ഈ കമന്റ് ഒക്കെ വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് പേഴ്സണലി നിങ്ങൾക്ക് എങ്ങനെ രീതിയിലുള്ള കമന്റ് ഇത്തരം കമന്റുകളൊക്കെ വായിക്കാൻ ഇഷ്ടമാണോ? അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കമന്റ്സുകൾ വായിക്കാനാണ് ഇഷ്ടം. അതായത് ചില ആളുകൾ നിങ്ങളുടെ പ്രൊഫൈലിൽ തന്നെ ഉണ്ട് എന്താ കോമഡി കമന്റ്സ് വായിക്കാൻ ഇഷ്ടം എന്നും പറഞ്ഞു കഴിഞ്ഞാൽ ബയോയിൽ അങ്ങനെ കണ്ടിട്ടുണ്ട്. സംഭവം എന്താന്ന് ചോദിച്ചാല് കമന്റ്സ് വായിക്കും. ഞാൻ ഗൾഫിലാണ്. അപ്പൊ എനിക്ക് ഒരുപാട് ജോലി കൂടുതൽ കാരണം കുറഞ്ഞ സമയം ഫ്രീ കിട്ടുമ്പോ ഞാൻ എന്താക്കും ഇതേപോലെ 1-2 വീഡിയോസുകളൊക്കെ ചെയ്യും. എന്നിട്ട് ഞാൻ സമയം കിട്ടുമ്പോൾ ഇതിന്റെ കമന്റ്സുകൾ ഇങ്ങനെ വായിക്കും. അപ്പൊ കമന്റ്സ് വായിക്കുമ്പോൾ മനസ്സിന് ചെറിയൊരു മനസ്സുഖമാണ്. അതുകൊണ്ട് മാത്രമാണ് ചെയ്യുന്നത്. എന്നാലും മാക്സിമം കുറെ ഡാൻസുകൾ അറിയാം. പല ഡാൻസ് മാസ്റ്റർമാർ എന്നോട് പറയാറുണ്ട്, സൈഫു ഡാൻസ് പഠിക്കാൻ ശ്രമിച്ചാൽ കഴിയും. കാരണം ചില ഡാൻസിന്റെ സ്റ്റെപ്പൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാറുണ്ട്. പക്ഷെ ചിലപ്പോ സോങ് വേറെ വയ്ക്കാവും, ഡാൻസ് വേറെ വയ്ക്കാവും. എന്റെ ഒരു രീതി അങ്ങനെയാണ്. പക്ഷെ മാക്സിമം ശ്രദ്ധിക്കാറുണ്ട് നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഇതിൽ നിന്ന് ഫിലിം കയറാനോ അല്ലെങ്കിൽ ഒരാളുകളുടെ ഇടയിലൊരു വലിയൊരു സെലിബ്രിറ്റി ആയി നടക്കാനോ അങ്ങനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ എന്നാൽ പോലും ഞാൻ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഒരുപാട് ആളുകൾ സെൽഫി എടുക്കാൻ വരാറുണ്ട്. അത് കാണുമ്പോൾ എനിക്ക് തന്നെ ഒരു കുറവാണ്. കാരണം ഇന്നിപ്പോ സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ടാണ് ഒരുപാട് ആളുകൾ അറിയപ്പെടുന്നത്. അപ്പൊ ആളുകളോടൊക്കെ നല്ല ബിഹേവിയർ ചെയ്യുക, ആളുകളോട് നല്ല രീതിയിൽ പെരുമാറാം. അതാണ് ഞാൻ നമ്മുടെ ലൈൻ. അതാണ് നമ്മളൊരു ട്രാക്ക്. അതാണ്, അല്ലാതെ വേറെ ഉദ്ദേശങ്ങൾ അല്ലാണ്ട് സെലിബ്രിറ്റി ആവാൻ വേണ്ടി ഡാൻസ് കളിക്കാൻ അല്ല, ഒരിക്കലും അല്ല. ഇനിയിപ്പോ ഫിലിമിലേക്കായാലും ആൽബത്തിലേക്കായാലും ഇതുപോലെ തന്നെ ഇന്റർവ്യൂക്ക് അവിടെ ഗൾഫുള്ള സമയത്ത് തന്നെ കുറെ ടീമുകൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തൊന്നും എനിക്ക് നാട്ടിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. എന്റെ ചില ബുദ്ധിമുട്ട് കാരണം എനിക്ക് പ്രവാസം കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് ഇപ്പൊ ഞാൻ നാട്ടിൽ വന്ന സമയത്താണ് നിങ്ങൾ എന്നെ വിളിച്ചത്. അങ്ങനെ അപ്പോ നമ്മള് ചോദിക്കുന്ന കൂട്ടത്തിൽ ചോദിക്കണം, ഈ വീഡിയോസ് ഒക്കെ നമ്മളെ ഫാമിലിയുടെ ആളുകളൊക്കെ കാണുന്നുണ്ട്, അവരുടെ ഒക്കെ പ്രതികരണം എന്താണ്? നല്ലൊരു ചോദ്യം. കുടുംബം എങ്ങനെയാണ്? അതൊക്കെ കേൾക്കാൻ ആൾക്കാർക്ക് ഭയങ്കര താല്പര്യമുണ്ട്. കാരണം നിങ്ങൾ അങ്ങനെ പബ്ലിക്കലി പൊതുവെ നിങ്ങളെ പേഴ്സണൽ കാര്യങ്ങൾ അത്ര തോന്നെ എക്സ്പ്രസ് ചെയ്യാത്ത ഒരാളാണ്. അപ്പൊ അതൊന്നും അറിയാൻ വേണ്ടിട്ട് ചോദിച്ചോന്നുള്ളൂ. അതെ, ഞാൻ ഈ പബ്ലിക്കിലേക്ക് വീഡിയോ ചെയ്തു തുടങ്ങുന്ന സമയത്ത് ഞാൻ ആദ്യം ഉമ്മ ഉപ്പ ഫാമിലിയൊക്കെ ഉണ്ട്. അപ്പൊ ഞാനിങ്ങനെ ടിക്ടോക്കിൽ ഓൺ വോയിസ് 1-2 ചെയ്ത് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ട സമയത്ത് വീട്ടുകാരൊന്നും വലിയ കുഴപ്പമില്ല. പിന്നെ ഞാൻ വൈഫിനോട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു പബ്ലിക് ഡാൻസ് ഇങ്ങനെ ചെയ്താൽ എന്താ എന്റെ അഭിപ്രായം എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഇക്ക നിങ്ങളെ കൊണ്ട് ഡാൻസ് കളിച്ചാൽ കൂടുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്കൊന്ന് ശ്രമിക്കാം. അങ്ങനെ വൈഫിന്റെ ഭാഗത്ത് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അങ്ങനെയാണ്. പിന്നെ ഞാൻ ആദ്യമൊക്കെ എന്താ പറയാ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ജനങ്ങൾ പുറത്തുനിന്ന് കാണും. GCC-ലാകുന്ന സമയത്ത് ഗൾഫിൽ. അപ്പൊ ചിലപ്പോൾ ലേഡീസ് ആവും, ചിലപ്പോൾ അവർ സെൽഫി എടുത്തിട്ട് പോകും, ചിലർ പറയും കൂടെ ഒരു വീഡിയോ ചെയ്യും. അങ്ങനെ ലേഡീസിന്റെ കൂടെ ഒക്കെ വീഡിയോ ചെയ്ത സമയം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് സ്വയം തോന്നി ലേഡീസിന്റെ കൂടെയുള്ള വീഡിയോസ് ഒക്കെ മാറ്റി പിടിക്കുക. കാരണം ജനങ്ങൾ ബാഡ് കമന്റ്സിന് ഒരു കുറവുമില്ല. അങ്ങനെ ഞാൻ എന്ത് പണിയത് ലേഡീസിന്റെ വീഡിയോസ് ഫുള്ള് ഡിലീറ്റ് ചെയ്ത് ഇപ്പൊ ഞാൻ ലേഡീസിന്റെ കൂടെ വീഡിയോ ചെയ്യാറില്ല. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് കൂടുതലും ചെയ്യുക. പിന്നെ അതേപോലെ ഡാൻസ് സ്കൂളിൽ പോകുമ്പോൾ അവർ പഠിപ്പിച്ച് അവിടെ ഉള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ അവരെ കൂടെ മാത്രമേ ചെയ്യാറുള്ളൂ. അതെ അല്ലേ. പിന്നെ കുടുംബത്തിൽ നിന്നൊന്നും എന്താ പറയാ ആരും അങ്ങനെ കുറ്റപ്പെടുത്താറില്ല. ഭാര്യ സപ്പോർട്ടാണ്. ഭാര്യ സപ്പോർട്ടാണ്. കുഴപ്പമൊന്നുമില്ല. നിങ്ങള് പ്രവാസിയാന്ന് പറഞ്ഞു. അതെ. എങ്ങനെയാണ് പ്രവാസം? എങ്ങനെയായിരുന്നു പ്രവാസത്തിലേക്ക് എത്തിപ്പെടുന്നത്? എങ്ങനെയാണ് ഇപ്പോഴത്തെ നിലവിലത്തെ അവസ്ഥ? എന്താണ് ജീവിത രീതി? എങ്ങനെയാണ് ജീവിത രീതി? ഞാൻ ഫസ്റ്റ് പോകുന്ന സൗദി അറേബ്യയിലാണ്. ഒരുപാട് കഷ്ടപ്പെട്ട് അടിയും കുത്തും ചാട്ടവയറുകൊണ്ട് അടി കിട്ടിയിട്ടും അതുപോലെ തന്നെ അറബിന്റെ കയ്യിൽ നിന്ന് അല്ല, അതായത് ഞാൻ സൗദി അറേബ്യയിൽ KFC-ലായിരുന്നു ജോലി ചെയ്തത്. അങ്ങനെ KFC-ൽ ഡെലിവറി ബോയ് ആയിരുന്നു. ഇനിയിപ്പോ ആര് GCC കൺട്രിയിലേക്ക് പോകും ഡെലിവറി ബോയ് ഒക്കെ ആയിട്ട് പോകുമ്പോൾ, പ്രത്യേകിച്ച് സൗദി അറേബ്യ ഭയങ്കര സ്ട്രിക്റ്റ് ഉള്ള ഒരു രാജ്യം കൂടിയാണ്. അന്ന് ചൂടുള്ള കമ്പി ചൂടാക്കി വെച്ച അടയാളാണ്. ഏകദേശം 10-12 വർഷമായി ഇപ്പോഴും പോയിട്ടില്ല. കണ്ടോ? അതേപോലെ ചൂടുള്ള കമ്പി ചൂടാക്കി വെച്ച അതേപോലെ അത് ഞാൻ ഇതേപോലെ നമ്മളെ മത്താമ് എന്ന് പറഞ്ഞാല് അവിടെ ഇതാണ് എന്താ പറയാ നമ്മള് ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്തിന് അങ്ങനത്തെ സ്ഥാപനത്തിന് മത്താമ് എന്നാ പറയാം. അപ്പൊ മത്താമിൽ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് ഒരു ബംഗാളി ചെക്കൻ പറഞ്ഞു, സൈഫു ലേക്കേജ് ആവുമെന്ന്. അപ്പൊ ഈ ലേക്കേജ് ആവുക എന്ന് പറഞ്ഞാൽ ഇത് കൊണ്ടുവിടാന്ന് എനിക്ക് അറിയില്ല. അറബി ഇല്ല, ഹിന്ദി ആയാലും അറബി അല്ലെന്ന് അറിയൂല, പഠിച്ചു വരുന്നുള്ളൂ ലാംഗ്വേജ് ഒക്കെ. ഇയാൾ ബലദിയ എന്ന് പറഞ്ഞു. അപ്പോഴും എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ ഇപ്പൊ എന്ത് പണിയത് അതിന്ന് ചൂടുള്ള സാധനം ഇങ്ങനെ എടുത്ത് കയ്യിലേക്കാണ് വെച്ചു. അങ്ങനെ ഞാൻ പിന്നെ അവിടുന്ന് തിരിച്ചടിക്കാനുള്ള സാഹചര്യം ഉണ്ടായി. അങ്ങനെ അവന്റെ മൂക്കുന്ന ബ്ലഡ് വന്ന്. സൗദി അറേബ്യ ബ്ലഡ് വരാൻ പാടില്ല.
അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിഷയങ്ങളായി, സാലറി കട്ട് ചെയ്തു. അവിടെ കേസ് വഴിക്കൊന്നും പോയില്ല. ഇല്ല മുതിർമാർ തമ്മിൽ തന്നെ സംസാരിച്ചിട്ട് അത് ക്ലിയർ ചെയ്ത് തന്നു. അതിനുശേഷം പിന്നെ 2 വർഷം സൗദിയിൽ ഉണ്ടായിരുന്നു. സൗദിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ലാസ്റ്റ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോന്ന് എനിക്കറിയില്ല, ഒരു 10 വർഷം മുന്നേ പാലക്കാടുള്ള ഒരു മൂമിനാർ പറഞ്ഞ കുട്ടി മരണപ്പെടാൻ സാഹചര്യം ഉണ്ടായി. ട്രെയിനൊക്കെ പൊട്ടിയിടുങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഭയങ്കര കൊടുങ്കാറ്റൊക്കെ വന്ന സമയം. ആ സമയത്തായിരുന്നു ഞാൻ സൗദിയിൽ ഉണ്ടായത്. അങ്ങനെ ഭയങ്കര, അതായത് 3500 റിയാൽ അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് ഇങ്ങോട്ട് വരേണ്ട ഒരു സാഹചര്യം ഉണ്ട്. അതോടുകൂടി ഗൾഫ് മടുത്തു. ഇത്രയും വർഷത്തിനിടയ്ക്ക് 4 പാസ്പോർട്ട് ഉണ്ടാക്കേണ്ട സാഹചര്യം വന്ന്. പാസ്പോർട്ട് അവിടെ പിടിച്ചുവെച്ചതുണ്ട്? അല്ല, അതായത് ഫസ്റ്റ് ഞാൻ പോകുമ്പോൾ ഞാൻ 9ാം ക്ലാസ് പഠിക്കുമ്പോൾ സ്കൂൾ നിർത്തി. അങ്ങനെ ആ സമയത്ത് പാസ്പോർട്ട് എടുത്തു. അങ്ങനെ ആ പാസ്പോർട്ട് രണ്ടാമത് റിന്യൂവൽ ചെയ്യുന്ന SSLC പാസ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ SSLC എഴുതി, +2 എഴുതി. അങ്ങനെ പിന്നെ എമിഗ്രേഷൻ ഉള്ള പാസ്പോർട്ടാക്കി. അത് കഴിഞ്ഞ് പിന്നെ ഖത്തറിൽ പോയി. ഖത്തറിൽ ഇതേപോലെ 1.5 വർഷം സുഖമായിരുന്നു. അപ്പൊ ഒരു ചോദ്യം, ഈ 9ാം ക്ലാസ് പഠനം നിർത്തിയ ഉടനെയാണോ സൗദിക്ക് പോകുന്നത്? സൗദിയിലേക്ക് പോകാനുള്ള പരിപാടി. അപ്പൊ ജനങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും എത്ര വയസ്സുണ്ടെന്ന്. ഞാൻ സ്കൂളിലൊക്കെ നല്ല തോറ്റു പഠിച്ചൊരു വ്യക്തിയാണ്. കാരണം പഠനത്തിന്റെ കാര്യത്തിൽ വളരെ ബാക്കോട്ടായിരുന്നു. ഇടക്ക് പോകൂല. അങ്ങനെ ഞാൻ ഭയങ്കര കുരുത്തക്കേടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ വാപ്പി ഉമ്മയൊക്കെ എന്നെ അടിക്കലായിട്ടും പറഞ്ഞേ കേൾക്കാത്തൊക്കെ. പിന്നെ പെണ്ണ് കെട്ടുന്നതോട് കൂടിയിട്ട് ഞാനായിട്ട് നന്നായി. ഇപ്പൊ ആരായിട്ട് വയക്കിന് പോവാറില്ല. ഞാൻ ഇവിടെ നാട്ടിൽ ബസ്സിൽ ഡ്രൈവറായിരുന്നു. പാലക്കാട് കോഴിക്കോട്, മഞ്ചേരി കോഴിക്കോട്, കൊണ്ടോട്ടി ഫറോക്ക് ഒക്കെ. ഇപ്പൊ ഒരാൾ ചീത്ത വിളിച്ചാൽ പോലും കൈനൊന്നും തിരിച്ചു വിളിക്കാൻ ശ്രമിക്കാറില്ല. മാക്സിമം ക്ഷമിക്കും. കൈ വിട്ടുപോയാൽ മാത്രമേ പ്രതികരിക്കാറുള്ളൂ. അങ്ങനെ. അപ്പൊ നേരത്തെ കഥ തുടരാം. 4 പാസ്പോർട്ടിന്റെ കഥ പറഞ്ഞല്ലോ. 4 പാസ്പോർട്ടിന്റെ കഥ. ആ 4 പാസ്പോർട്ടിന്റെ കഥ. അങ്ങനെ ഞാൻ സൗദി അറേബ്യയിൽ നിന്ന് വന്ന് രണ്ടാമത്തെ എമിഗ്രേഷൻ ഉള്ള പാസ്പോർട്ട് തയ്യാറാക്കി ഖത്തറിലേക്ക് പോന്നു. ഖത്തറിൽ പോയി ഏകദേശം ഒരു 10-12 മാസം നിന്നപ്പോൾ എനിക്ക് വൈഫിനെ കൊണ്ടുപോകാനുള്ള ഒരു ഓപ്ഷൻ കിട്ടി. ഓൺ അറൈവൽ വിസ അവൈലബിൾ ആയിരുന്നു അവിടെ. അങ്ങനെ വൈഫിന് എന്റെ വലിയ മോനും കൊണ്ട് ഖത്തറിൽ പോയി. 2 മാസം അവരും ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ കുറച്ച് വിഷയങ്ങളായത് കാരണവശാൽ എനിക്ക് സാലറി കിട്ടാതായി. അപ്പൊ ഞാൻ എന്ത് പണിയത്, വേഗം വൈഫിനെ കുട്ടികളെ സുരക്ഷിതമായിട്ട് നാട്ടിലേക്ക് എത്തിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് പണിയത്, വീണ്ടും ശമ്പളത്തിന്റെ ഡിലേ വന്നപ്പോൾ അവിടുന്ന് ചാടി സെൽവാർ റോട്ടിലാ തോന്നുന്നുണ്ട് CID ഓഫീസ്. അവിടെ പോയിട്ട് അടുത്ത പ്രൊസീജിയറുകൾ ചെയ്ത് പാസ്പോർട്ട് മാഡത്തിന്റെ അടുത്ത് കുടുങ്ങി. അങ്ങനെ അവിടുന്ന് പോലീസ് സ്റ്റേഷൻ മുഖാന്തരം നാട്ടിലേക്ക് കയറി. അപ്പൊ ആ പാസ്പോർട്ട് നഷ്ടപ്പെട്ടെ രണ്ടാമത്തത്. പിന്നെ 3ാമത്തെ പാസ്പോർട്ട് എടുത്ത് കുവൈത്ത്. 4ാമത്തെ പാസ്പോർട്ട് അത് പിന്നെ കുവൈത്തിൽ ചെന്ന സമയത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് വെള്ളപ്പൊക്കമുള്ള സമയത്ത് വെള്ളത്തിലൂടെ ഞാൻ പാസ്പോർട്ട് പൊതിർന്നിട്ട് അങ്ങനെ നാശനഷ്ടമായിട്ട് അങ്ങനെ പിന്നെ പുതിയ പാസ്പോർട്ട്, അങ്ങനെ 4ാമത്തെ പാസ്പോർട്ട് എടുത്ത്. ഇനി പാസ്പോർട്ട് കിട്ടൂല എന്നാ പറഞ്ഞു. ഇനി പാസ്പോർട്ട് കിട്ടൂല. അപ്പൊ ഉള്ള ജോലിയിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കാണ്. അങ്ങനെ ജോലി ഈ ഹൗസ് ഡ്രൈവർ ആയിട്ടുള്ള ജോലി തന്നെ. ഇപ്പൊ ഞാൻ ഹൗസ് ഡ്രൈവറാണ്. അപ്പോ അത്യാവശ്യം നല്ല ജോലിയും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ചിലപ്പോൾ ഫ്രീ കിട്ടുന്ന സമയത്ത് അതേപോലെ മേഡത്തിനെ കൊണ്ട് ഏത് മാളിൽ പോകുമ്പോൾ കുറച്ച് സമയം നമുക്ക് വെയിറ്റിംഗ് ഉണ്ടാവും. 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ. നല്ലൊരു മേഡാണ്, നല്ലൊരു കഫീലാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആ വീഡിയോയില് കാണാറുണ്ട്. ആ മേഡാണ്. മേഡത്തിന്റെ ഫേസ് കാണിക്കാറില്ല. എന്റെ ഫാമിലിയിൽ നിന്നാണെങ്കിൽ വൈഫിന്റെ ഫേസ് കാണിച്ചിട്ട് വീഡിയോ ചെയ്യാറില്ല. പല ആളുകളും ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് വൈഫിന്റെ ഫേസ് കാണിച്ച് വീഡിയോ ചെയ്തുകൂടാ. അത് എനിക്ക് താല്പര്യമില്ല, പിന്നെ അവൾക്കും താല്പര്യമില്ല. കാരണം എന്താ വെച്ചാല് നമ്മൾ ഫാമിലി ഇതിൽ ഇൻവോൾവ് ആക്കണ്ട. എനിക്ക് തന്നെ അത്യാവശ്യം നല്ല ബാഡ് കമന്റ് ട്രോള് ഇഷ്ടം പോലെ വരാറുണ്ട് പല വീഡിയോസിലും. ടിക്ടോക്കിലാണ് ഏറ്റവും കൂടുതൽ ട്രോളുകൾ വരാറ്. ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോഴും വീഡിയോ ചെയ്യാറില്ല കേട്ടോ. ടിക്ടോക്ക് ചെയ്യുന്ന വീഡിയോസ് ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റയിൽ പോസ്റ്റ് ആക്കുക. അങ്ങനെയാണ് ചെയ്യുന്നത്. ദുബായിൽ നിന്നൊക്കെ ഡാൻസ് കളിച്ചിട്ടുണ്ട്. കളിച്ചിട്ടുണ്ട്. അതൊക്കെ എടുത്തത് ഈ മേഡം ആണെന്നാണോ? അല്ല, എനിക്ക് പബ്ലിക്കിൽ പോകുന്ന സമയത്ത് ഇപ്പൊ യാദൃശികമായിട്ട് ഒരു സുഹൃത്തിനെ പരിചയപ്പെടും. അപ്പോ പുള്ളി എനിക്ക് വീഡിയോ പിടിച്ചു തരാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ഒരു പ്രാവശ്യം കാണിച്ചു കൊടുക്കും. ഈ പൊസിഷനിൽ പിടിക്കണം, ഇന്ന രീതിയിലാക്കണം. അപ്പൊ അവരെടുത്തത് അതിന്റെ ഇടയ്ക്ക് വലിയൊരു കോമഡി ഉണ്ട്. അങ്ങനെയാണ് ആളുകൾ എടുത്തു തരാറ്. ചില ആളുകളോട് ക്യാമറ പിടിക്കാൻ പറയും. അവര് ക്യാമറയിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് അവർ ഇതിൽ കൂടെ നോക്കൂല. ലാസ്റ്റ് ക്യാമറയിൽ അത്രയും ജനങ്ങളുടെ കളിച്ച് 2ാമത്തെ സ്റ്റെപ്പ് ഇടാൻ പറ്റും. ഒറ്റ ടൈക്ക് എടുക്കാറുള്ളൂ. വളരെ ചുരുക്കം 2-3 ടൈക്ക് എടുക്കാറ്. അതെ അല്ലേ. നിങ്ങള് കഴിഞ്ഞ വരവില് കോഴിക്കോട് ബീച്ചിൽ നിന്ന് കളിച്ചൊരു വീഡിയോ, ആ ചെറിയ ഒരു കൊച്ചിന്റെ കൂടെ, ഒരു പെൺകുട്ടിന്റെ കൂടെ കളിച്ചൊരു വീഡിയോ ഭയങ്കര വൈറലായിട്ട്. അതെ. അതെങ്ങനെയാണ്? ആ കൊച്ചിനൊക്കെ അവിടെ തന്നെ കിട്ടിയാണോ? അതെ. അതായത് എന്റെ ഒരു സുഹൃത്തുണ്ട് രാഹുൽ, അവന് യൂട്യൂബറാണ്. അപ്പൊ എന്നെ വിളിച്ചു. അങ്ങനെ ഞാൻ അവിടേക്ക് ചെന്നപ്പോ അവന്റെ ഫ്രണ്ടാണ് ആ പെൺകൊച്ചി. അപ്പൊ എന്നോട് പറഞ്ഞു, അവള് കാണിച്ചു തന്ന സ്റ്റെപ്പ് കുറച്ച് ടഫുള്ള സ്റ്റെപ്പ് ആയതുകൊണ്ട് എന്നോട് പറഞ്ഞു പബ്ലിക്കിൽ കളിക്കാൻ മടിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, മോളെ ഞാൻ തുടങ്ങി തരാം, മോള് ഫുള്ളാക്കുമെന്ന് ചോദിച്ചു. കാരണം എല്ലാവർക്കും പബ്ലിക്, എത്രയോ നല്ല ഡാൻസർമാര് പബ്ലിക്കിലേക്ക് ഇറങ്ങി കളിക്കാൻ മടിയുള്ള വ്യക്തികളുണ്ട്. അപ്പൊ ഈ മോക്കിന് 2 സ്റ്റെപ്പ് തുടങ്ങി കൊടുത്ത് ബാക്കി അവൾ അങ്ങോട്ട് ഫുള്ളാക്കി. അതുകൊണ്ട് എന്താ പെൺകുട്ടിയുടെ വൈറലായി. ഞാൻ കൊളാബ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത്.
എന്താ അവളെ പേര് സർഗ എന്നാ തോന്നുന്നുണ്ട്. ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. അങ്ങനെ നിങ്ങളെ ഡ്രസ്സിങ് സ്റ്റൈല് അത് പഴയ ബോളിവുഡ് സിനിമയിലൊക്കെ ഉണ്ടാകുന്ന ടൈപ്പിലൊരു ഉള്ളിലൊരു ഇപ്പൊ ധരിച്ച സെറ്റപ്പ് തന്നെ. ഇതെങ്ങനെയാണ് ഇത് ചൂസ് ചെയ്തത്? സ്ഥിരമായിട്ട് ഇങ്ങനെ തന്നെയാണോ? അല്ല, അതായത് ഞാൻ ചിലപ്പോൾ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് എനിക്ക് തോന്നും വീട്ടിലെ വിളികളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് പോകുന്ന സമയത്ത് ഹിന്ദി സോങ് ആണെങ്കിൽ അന്നൊരു 6 സോങ് ഹിന്ദി ആയിരിക്കും ചെയ്യാം. ഒരു ദിവസം 6 ഒരു ദിവസം 6 എന്റെ കണക്ക്. പക്ഷെ ഒറ്റ ടൈക്കല്ലേ എടുക്കുള്ളൂ. സോങ്ങിന് 20 സെക്കൻഡ് 30 സെക്കൻഡേ വരത്തുള്ളൂ. അപ്പൊ ഞാൻ എന്താക്കും ക്യാമറ പിടിക്കുന്ന ആളെ കിട്ടിക്കഴിഞ്ഞാല് ഒരു 6 സോങ് ഹിന്ദി. അപ്പൊ ഇത് ഹിന്ദി സോങ്ങിലേക്ക് ഇങ്ങനെ കൊടുക്കാന്ന് എന്റെ മനസ്സ് പറയും. പിന്നെ ഡ്രസ്സിങ്ങിനെ കുറിച്ച് കൂടുതൽ ആളുകൾ നല്ല നല്ല അഭിപ്രായമാണ് പറയാം. ഒരു കാലത്ത് എന്താ പറയാ ഉടുത്തുണിക്ക് മറുതുണി ഇല്ല എന്ന് തന്നെ പറയാം. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ജീവിച്ചു വന്നൊരു വ്യക്തിയാണ് ഞാൻ. ഇപ്പൊ കുവൈത്തിൽ പോയതിനു ശേഷം ഒരുപാട് പ്രൊമോഷൻ വീഡിയോ ഏറ്റെടുക്കാറുണ്ട് ഓരോ കടന്റെ. അപ്പൊ അതിന് പൈസ മേടിക്കാറുണ്ട്. അവര് തരുന്നത് മേടിക്കാറാണ് സാധാരണ. അതുപോലെ തന്നെ ഡ്രസ്സിങ്, ചില ഡ്രസ്സിന്റെ ഷോപ്പ് പരസ്യം ചെയ്താൽ പൈസയും തരും ഡ്രസ്സും തരും. അങ്ങനെയാണ് ഇതിൽ നിങ്ങൾക്ക് വരുമാനം. പിന്നെ ടിക്ടോക്കിന്ന് എനിക്ക് എന്താ പറയാ ഒരു ഐഫോൺ കിട്ടിയിട്ടുണ്ട്. കുറഞ്ഞ പൈസ ഗിഫ്റ്റ് ആയിട്ട്. ഗിഫ്റ്റ് ആയിട്ടല്ല, അതില് ഇപ്പൊ കുറച്ച് ഗെയിം കളിച്ച പൈസ കിട്ടുന്ന പരിപാടി. അപ്പൊ കുറച്ച് പൈസ അതിൽ നിന്നും കിട്ടി. അതിനുശേഷം പിന്നെ എന്റെ എന്താ പറയാ 1-2 സുഹൃത്തുക്കള് എന്നോട് പറഞ്ഞ സേഫ് ബാക്കി പൈസ എനിക്ക് കൂട്ടിയാൽ പോരായിരുന്നു. അങ്ങനെ കുറഞ്ഞ 60 ദിനാറൊക്കെ ഞാൻ കൂട്ടി. ബാക്കി പൈസ എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയതായിരുന്നു. അങ്ങനെ ഒരു ഐഫോൺ അതിന് കിട്ടിയിട്ടുണ്ട്. അതിലാണ് ഞാൻ ഇപ്പൊ വീഡിയോ എടുക്കാറ്. അപ്പൊ ആ ഐഫോണിലാണ് ഇപ്പോഴത്തെ വീഡിയോസ് ഒക്കെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ മെയിൻ ആയിട്ട് ഇൻസ്റ്റാഗ്രാം ടിക്ടോക്കിലാണ് വീഡിയോസ് എടുക്കുന്നത്? അതെ, ടിക്ടോക്കിലാണ് വീഡിയോ എടുക്കാറ്. കൂടുതൽ ഓൺ വോയിസ് അല്ലെങ്കിൽ പബ്ലിക് ഡാൻസ്. പിന്നെ നിങ്ങൾ പറഞ്ഞത് കൂടുതൽ ആളുകൾ ചോദിക്കുന്നുണ്ട് സാഡ് വീഡിയോസ്. അപ്പൊ ഞാൻ ക്യാപ്ഷൻ കൊടുക്കും, സൈഫുന്റെ ലൈന് നഷ്ടപ്പെട്ടു മക്കളെ ചിരിച്ചോളി, അങ്ങനൊക്കെ ക്യാപ്ഷൻ കൊടുക്കാറ്. അതൊക്കെ വെറുതെ ചെയ്യുന്നതാ. ഇപ്പൊ മമ്മൂട്ടിന്റെ ഒരു ഡയലോഗ് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ മമ്മൂട്ടി ആയിട്ടല്ല. പല ആളുകളും പറയും ഈ മമ്മൂട്ടിക്ക് പഠിക്കുകയാണോ? പക്ഷെ നമുക്ക് അത്ര കഴിവുള്ള കലാകാരനൊന്നുമല്ല. കഴിവുള്ള കലാകാരന്മാരൊക്കെ എവിടെയെങ്കിലും എത്തിപ്പെടട്ടെ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ അപ്പൊ ഇത് അല്ലാണ്ട് നമ്മളൊരു രസത്തിന് അങ്ങ് എടുത്തിടുന്നതാണ്. അതെ, എന്റെ ഒരു മനസ്സുഖത്തിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ സാഡ് വീഡിയോസ് ഇടയ്ക്ക് ചെയ്യും, ഇടയ്ക്ക് പബ്ലിക് ഡാൻസ്, ഇടയ്ക്ക് ആൽബം സോങ്. ഇതാണ് 3 ഞാൻ ചെയ്യാറ്. പിന്നെ അതേപോലെ ഈ ചാരിറ്റിയിലേക്കും ചില ആളുകൾക്ക് വീഡിയോ ചെയ്ത് കൊടുക്കാറുണ്ട്. കാരണം ഒരുപാട് ആളുകൾ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ എന്നെ പേഴ്സണൽ ആയിട്ട് വിളിക്കും, ഈ വീഡിയോ പോസ്റ്റ് ആക്കുമോ എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ അവരായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് നല്ലൊരു എനിക്ക് അഭിപ്രായം കൺസെപ്റ്റ് തോന്നുകയാണെങ്കിൽ ഞാൻ അത് പോസ്റ്റ് ആക്കാറുണ്ട്. അപ്പൊ എന്താ ആ ഒരു കുടുംബം നമ്മളെ കൊണ്ട് ഇപ്പൊ 2 ദിവസം മുന്നേ എയർപോർട്ട് റോഡില് ഒരു ഇത്താത്തിന്റെ ചായക്കട. അത് ഞാൻ ഇവിടെ പറയാനുള്ള സാഹചര്യം എന്താന്ന് ചോദിച്ചാല് അത്രയും ബുദ്ധിമുട്ടും പ്രയാസപ്പെട്ടിട്ടും കഷ്ടപ്പെട്ടിട്ടും ആ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവർക്കും വേണ്ടി നമ്മളൊരു വീഡിയോ ചെയ്ത് കൊടുക്കുമ്പോൾ അന്യ രാജ്യത്ത് നിന്നിട്ട് ഈ ഇത്താത്തമാരെ വിളിച്ചിട്ട് വളരെ മോശമായിട്ട് സംസാരിക്കുന്ന ആളുകൾക്കാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. 2 പേര് അവരെ വിളിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു ഇത്ത എന്താണ് ഇപ്പത്തെ അവസ്ഥ എന്ന് ചോദിച്ചപ്പോ മോനെ 10-15 റുപ്യന്റെ അടുത്ത് അതിന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവരെ കുടുംബത്തിന് ആ പൈസ കിട്ടുമ്പോൾ വളരെ ഒരു ശമനാണ്. അപ്പൊ ഞാൻ ചോദിച്ച സമയത്ത് ഇത്താത്ത പറഞ്ഞു 2 ആളിങ്ങനെ വിളിച്ചിട്ട് മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇനി അവര് വിളിച്ചു കഴിഞ്ഞാൽ അവരെ നമ്പറും വാട്സാപ്പിലുള്ള DP ഫോട്ടോസ് ചെയ്ത് പോസ്റ്റ് ആക്കാന്നാണ് നമ്മൾ വിചാരിച്ചത്. കാരണം ഞാൻ ആരെയും അങ്ങനെ ബുദ്ധിമുട്ടിക്കാറില്ല. അല്ലെങ്കിൽ അവരോട് വിളിച്ച് കാര്യങ്ങൾ പറയും. 1-2 തവണ വാണിംഗ് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ചാരിറ്റി ചെയ്യണമെന്ന് പറഞ്ഞതിന്റെ പുറത്ത് അതല്ല. ഉദാഹരണം ഇപ്പൊ ഇത്താത്ത അത്രയും ബുദ്ധിമുട്ടിലാണ് ഷോപ്പ് മുന്നോട്ട് കൊണ്ടത്. അപ്പൊ ഞാൻ വീഡിയോ ചെയ്തു കൊടുത്തു. ഷോപ്പിന്റെ പ്രൊമോഷൻ ആയിട്ടാണ്. ഷോപ്പിന്റെ പ്രൊമോഷൻ. സാധാരണ പ്രൊമോഷൻ വീഡിയോക്ക് പൈസ മേടിക്കാറുണ്ട്. ഇത് പാവപ്പെട്ട കുടുംബമല്ല, അതുകൊണ്ട് പൈസ ഒന്നും വേണ്ട. ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തു കൊടുത്തു. അപ്പൊ അവരെ കോൺടാക്ട് നമ്പർ ശരിക്കും നമ്മൾ കൊടുക്കാൻ പാടില്ല. അവർക്ക് വേറെ ആരും കൊടുക്കാനില്ല നമ്പർ. നമ്മൾ പല വീഡിയോസിലും കാണാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്തു. അപ്പൊ അങ്ങനെ ഒരു അനുഭവം ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഇനി അങ്ങനെ ആരെങ്കിലും ഇനിയിപ്പോ ചാരിറ്റി അതേപോലെ സുഖമില്ലാതെ കിടക്കുന്ന ആളുകളെടുത്ത് വൃദ്ധസദനം സന്ദർശിച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാവരും സ്ഥിരമായിട്ട് എന്റെ വീഡിയോ കാണുന്ന വ്യക്തികളായിരിക്കൂല. എന്നിട്ട് ഈ വീഡിയോക്ക് വന്നിട്ട് എന്തെല്ലാം കമന്റ്സുകളാണ്. സേഫു ഐ വിൽ പ്രൗഡ് ഓഫ് യു, അങ്ങനൊക്കെ ഒരുപാട് കമന്റ്സുകള്. അപ്പൊ ഇതിന്റെ മുന്നേ ചെയ്തൊന്നും അവര് കാണുന്നില്ല. അപ്പൊ ഞാൻ പിന്നെ ആരോട് പ്രതികരിക്കാൻ പോവാത്തോണ്ട് വിശദീകരിക്കാൻ നിൽക്കാറില്ല. അങ്ങനെയാണ് സംഭവം. ഈ പ്രൊമോഷൻസ് പറഞ്ഞപ്പോ പ്രൊമോഷൻസ് കുറെ കിട്ടിയിട്ടുണ്ടോ? ആ പ്രൊമോഷൻ ഗൾഫിലുള്ള സമയത്ത് ഹോട്ടലിന്റെ പരസ്യം, അതുപോലെ തന്നെ ഡ്രസ്സിന്റെ ഷോപ്പ്, അതേപോലെ ഹെയർ ഒരുപാട് കമ്പനികളിൽ ഇങ്ങനെ വിളിക്കും. നമ്മളെ കോൺടാക്ട് നമ്പർ ബയോയില് കൊടുത്തിട്ടുണ്ട്. അപ്പോ ചിലർ തെറി വിളിക്കാനായിട്ട് വിളിക്കുന്നുണ്ട്. അങ്ങനെ വിളിക്കുമ്പോൾ ഞാൻ വേഗം ബ്ലോക്ക് ആക്കാറാണ്. കൂടുതൽ തിരിച്ചു വിളിക്കാൻ നിൽക്കാറില്ല. അങ്ങനെ പിന്നെ അവരുടെ അടുത്ത് പോകും. അപ്പൊ പ്രൊമോഷൻ എത്ര ചാർജ് എന്ന് ചോദിക്കും. അപ്പൊ മാന്യമായിട്ട് അവിടെ പ്രൊമോഷൻ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ അവരെ ചാർജ് തന്നെയാണ് ഞാനും മേടിക്കാറില്ല. അത് ആരെയും അറുത്തിട്ടുള്ള പരിപാടികളൊന്നുമില്ല. അത് അവർക്ക് ഇഷ്ടമുണ്ട് തന്നാൽ മതി. പിന്നെ പാവപ്പെട്ടവരൊക്കെ ആകുമ്പോൾ അതിനനുസരിച്ച് പൈസ മേടിക്കാറുമില്ല. കാരണം
ഒരുപാട് ആളുകൾ കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതെ അതെ. വളരെ കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ആളുകളും ഉണ്ട്. അങ്ങനെ നിങ്ങളുടെ ഈ മുടി എങ്ങനെയാണ്? അത് ഭയങ്കര ഹൈലൈറ്റ് ചെയ്യും ഓരോ വീഡിയോന്റെ അകത്തും. ആ അല്ല അത് സംഭവം എന്താ സംഭവം മീൻസ് ഇപ്പൊ എനിക്ക് ടൈറോയ്ഡ് ഉണ്ട്. ഡോക്ടറെ കാണിച്ചപ്പോഴാണ് മനസ്സിലായത് തൈറോയിഡിന്റെ പ്രശ്നം. അതിലാണ് ഇപ്പൊ മുടി പോകുന്നത് എന്നാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷെ ഇപ്പൊ കല്യാണം കഴിച്ച 2 മക്കളുടെ അൽഹംദുലില്ലാ എല്ലാവർക്കും പഠിച്ച ആരോഗ്യ ആയുസ്സും കൊടുക്കട്ടെ, അതാണ് നമ്മള് പ്രാർത്ഥന. അപ്പൊ നിങ്ങളോട് പറയുകയാണെങ്കിൽ ഈ മുടി ഇപ്പൊ ഇങ്ങനെ പോയി തുടങ്ങുന്നത് ഇപ്പൊ ഞാൻ ശ്രദ്ധിക്കാറില്ല. ഞാൻ ഈ എന്താ പറയാ മുടി വരണമെന്ന് ആഗ്രഹിക്കണില്ല. കാരണം ജീവിതത്തിന്റെ അറ്റം മുട്ടിക്കാൻ വേണ്ടിയിട്ട് ഓരോ നെട്ടോട്ടത്തിലാണ്. അപ്പൊ ഇനിയിപ്പോ മുടി അങ്ങനെ മതി. എന്നാലും നമുക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട്. ഒരു റോട്ടിൽ നിന്ന് ആളുകൾ കാണുമ്പോ അങ്ങളാ മറ്റേ ഇൻസ്റ്റയില് വീഡിയോ ചെയ്യണ സേഫ് അല്ല, അത് കേൾക്കുമ്പോൾ നമുക്കൊരു മനസ്സുക, അല്ലാതെ നമ്മള് ഫേമസ് ആയോണ്ടൊന്നല്ല. ഈ നാട്ടുകാരുടെ കമന്റ് എങ്ങനെയാണ്? അതേപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ആളുകൾ അങ്ങനെ വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്തും കഴിഞ്ഞ് അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. എന്റെ നാട് ഈ കൊണ്ടോട്ടി, ഞാൻ കോഴിക്കോട്ടുകാരനാണ്, ഇപ്പൊ കൊണ്ടോട്ടിയാണ് താമസം. എന്റെ നാട്ടിൽ എവിടെ ഗാനമേള ഉണ്ടെങ്കിലും എന്റെ പ്രിയ സുഹൃത്ത് ഷാജഹാൻ ക, അവിടെ ചപ്പാത്തി കമ്പനി നടത്തുന്നത്, അതേപോലെ അത്തോളി മുസ്തഫ, ഇവരെന്നെ വിളിക്കും, സൈഫോ എവിടെയുള്ള ഗാനമേള ഉണ്ട്. ഞാൻ പിന്നെ ഏത് പാട്ടിന് സ്റ്റെപ്പ് ഇടും. അത് ഇന്ന സ്റ്റെപ്പ് എന്നൊന്നുമില്ല. കാരണം നമ്മള് ജനങ്ങൾക്ക് നമ്മൾ ഇംപ്രഷൻ കൊള്ളിക്കുക. നിങ്ങളോട് പറഞ്ഞ ചെറുതായിട്ടൊരു തള്ളു എന്നുള്ള രീതിയിൽ ഇവിടെ ഒരു ഗാനമേള നടന്ന നാളെ അങ്ങനെ എന്നെ വിളിച്ച് എല്ലാരും സേഫ് വരാണ്ട് പറഞ്ഞ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഗാനമേളക്ക്. അങ്ങനെ പാട്ട് തുടങ്ങി, സ്റ്റെപ്പ് ഇടാൻ ആരില്ല. സത്യമായിട്ടും അങ്ങനെ നിങ്ങളോട് പറയുകയാണെങ്കിൽ ഞാനത് തുടങ്ങി കൊടുത്തതിന് ശേഷം ഗാനമേള ഫുള്ള് ഹരായി. കാരണം സേഫ് വരുന്നവിടെ പരിപാടി തുടങ്ങണമെങ്കിൽ പിന്നെ +2 പഠിക്കുന്ന സമയത്തൊക്കെ ഇവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഇപ്പൊ ഫാമിലിയിലായിക്കോട്ടെ കുടുംബത്തിലായിക്കോട്ടെ എന്തൊരു പരിപാടിക്ക് മുൻകൈ എടുത്ത് ഇറങ്ങുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അവരെ ഹരാക്കി കൊടുക്കാനും കല്യാണത്തിന്റെ തലേന്നാണെങ്കിലും പാടാനും ഡാൻസ് കളിക്കാനും മടിയില്ലാത്തത് കൊണ്ട് പിന്നെ അങ്ങനെ പിടിച്ചു നിന്ന് പോകും. എങ്ങനെയാണ് ഈ മടി ഇല്ലാതായി? നമ്മളൊക്കെ പൊതുവെ ആളുകള് പിന്നെ എങ്ങനെയുണ്ട് ആൾക്കൂട്ടത്തിന്റെ അകത്ത് നിന്ന് വലിയാൻ എന്നുള്ളതാണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റുന്നത്? ഞാൻ പിന്നെ അതാണ് എനിക്കൊരു കൗതുകം. എനിക്കെന്നല്ല, കാണുന്ന ആൾക്കാർക്കൊക്കെ നിങ്ങളുടെ വീഡിയോന്റെ അകത്ത് നോക്കിയാൽ തൊലിക്കെട്ടിനെ പറ്റി ഏകദേശം 10 കമന്റ് ഒരു വീഡിയോന്റെ അകത്ത് മിനിമം കാണും. അതെ, ഇപ്പൊ നമ്മളെ ഫാമിലിയിലായിക്കോട്ടെ പുറത്തായിക്കോട്ടെ നമ്മള് ഒരു ഓപ്പൺ മൈൻഡാണ്. അപ്പൊ ഇപ്പൊ പെട്ടെന്ന് ഇപ്പൊ ഞാൻ നിങ്ങളെ കാണാണ് റോട്ടിൽ വെച്ച്, അപ്പൊ നിങ്ങളോട് ജസ്റ്റ് ഒന്ന് ചിരിച്ചാൽ മതി. അപ്പൊ ഞാൻ അങ്ങോട്ട് വന്ന് ചോദിക്കാം, ബ്രോ സുഖല്ലേ, എന്താ വിശേഷം, അങ്ങനെയാണ് നമ്മുടെ നേച്ചർ. നമ്മള് നാച്ചുറൽ ആയിട്ട് അങ്ങനെയാണ്, എല്ലാവരോടും ഒരു ഓപ്പൺ മൈൻഡാണ്. പക്ഷെ ആളുകൾ അത് ഏത് രീതിയിൽ എടുക്കുന്നു എനിക്ക് അറിയത്തില്ല. എന്നോട് പല ആളുകളും പറയണ്ടടാ നിന്റെ ലൈഫ് ഇങ്ങനെ സ്പോയിലായി പോകും, നിന്റെ കൂടെ എന്റെ കുട്ടികൾ വളർന്നു വരുന്നില്ലേ, ബാപ്പല്ലേ ഉമ്മല്ലേ, അവരൊക്കെ എന്ത് വിചാരിക്കും, എനിക്ക് ഞാനായിട്ടല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ. അതെ അതെ, ഞാനും കണ്ടിട്ടുള്ള നിങ്ങളൊരു പോസിറ്റീവ് ആണ്. കാരണം നമ്മൾ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു മനുഷ്യൻ, അതിനകത്ത് ബാക്കിയുള്ള ആൾക്കാർ എന്താ അഭിപ്രായം പറഞ്ഞാലും അതിൽ തളർന്നു പോവാതെ നിങ്ങൾ വീഡിയോ ചെയ്യുന്നുണ്ട്. ആ കാര്യത്തിൽ നിങ്ങൾ ഒരു പുലി തന്നെയാണ്. അതിൽ നിങ്ങളെ സെല്യൂട്ട് ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഇത്രയും തേടി പിടിച്ച് നിങ്ങളെ വന്നിട്ടുള്ളത്. പിന്നെ നിങ്ങളോട് പറയുകയാണെങ്കിൽ അപ്പൊ ആളുകള് പലതും പറയും, പക്ഷെ ഞാൻ കള്ളു കുടിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോയിട്ട് ആളെ കൊണ്ട് പറയാം അതൊന്നുമില്ല. ഞാൻ എന്റെ ഡ്യൂട്ടി കഴിയുന്ന സമയം കിട്ടുമ്പോ 2-3 വീഡിയോ ചെയ്യണേ ഞാനായിട്ട് ഇങ്ങനെ പോവാണ്. അല്ലാതെ ഒരാളെ ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ എനിക്ക് എത്ര ബാഡ് കമന്റ്സ് എന്റെ ഈ വീഡിയോ കാണുന്നതന്നെ പല ആളുകളും ചിലപ്പോൾ ചോദിച്ചേക്കാം നിങ്ങൾക്ക് വേറെ ആർക്കും ഇന്റർവ്യൂക്ക് കിട്ടിയില്ലെന്ന്. ആളുകൾ പലതും കമന്റ് ഞാൻ വരുന്നതിന് മുമ്പ് ഞാൻ ആ ക്വസ്റ്റ്യൻ കേട്ടിട്ടില്ലേ, അതാ പറഞ്ഞത്. അപ്പോ ഈ വ്യക്തി, അതായത് സുഹൈൽ എന്ന് പറഞ്ഞ വ്യക്തി നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. 90% ആളുകൾ ഇഷ്ടപ്പെടുന്നവർ തന്നെയാണ്, വളരെ കുറഞ്ഞ പേരേ ഉള്ളൂ. അപ്പൊ അവരവരതായ രീതിയിൽ പോട്ടെ, നമുക്ക് നമ്മളതായ രീതിയിൽ പോവാം. അതെ, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതിൽ നിന്ന് പിന്നെയും മാറി. നിങ്ങൾ ആരെങ്കിലും വിളിച്ചിരുന്നോ അങ്ങനെ നിങ്ങളുടെ പെർഫോമൻസ് കണ്ടിട്ട്? ആരെങ്കിലും പുറത്തുനിന്നൊക്കെ വിളിച്ചിട്ട് അങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ കോളുകളൊക്കെ വരാറുണ്ടോ? വിളിക്കാറുണ്ട്. കുറച്ച് ആഴ്ചകൾക്ക് 2 ആഴ്ച മുന്നേ കൊല്ലത്ത് നിന്ന് ഒരു അമ്മ വിളിക്കാനിടായി. ഇൻസ്റ്റാഗ്രാമിലാണ് വിളിക്കുന്നത്. അപ്പോ ഒരു ഫേക്ക് ഐഡി ആയിരുന്നു. അപ്പൊ ഞാൻ ഈ ഇൻബോക്സ് അല്ലാതെ നോക്കാറില്ല, പൊതുവെ ബാക്കോട്ട് നിൽക്കാറാണ്. കാരണം പല ആളുകളും അപ്പൊ അങ്ങനെ ഈ അമ്മ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു മോനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ എന്താ വിഷയം എന്ന് ചോദിച്ചപ്പോ മോന്റെ വീഡിയോസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്, അപ്പോ എനിക്ക് 58 വയസ്സുണ്ട്, അപ്പൊ മോനൊന്ന് കണ്ടിട്ട് ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇൻഷാ അല്ലാഹ് ഞാൻ ആ ഭാഗത്ത് വരികയാണെങ്കിൽ ഞങ്ങളെ വിളിക്കണ്ടേന്ന് പറഞ്ഞു. നല്ല വാക്കുകൾ പറഞ്ഞിട്ട് അവിടെ ചാപ്റ്റർ ക്ലോസ് ചെയ്തു. നാട്ടുകാരാണെങ്കിലും നല്ല റെസ്പോണ്ടാണ്, ആരും കുറ്റപ്പെടുത്താറില്ല. പിന്നെ കളിയാക്കുന്നവർ എന്റെ സുഹൃത്തിന്റെ കൂട്ടത്തിലും ഉണ്ട്, ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല.
ഇപ്പൊ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് നമ്മൾ ഓൺ വോയിസ് ചെയ്യുമ്പോലൊക്കെ ഇൻവോൾവ് ആവും ആ വീഡിയോയില്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാ എന്റെ മൂത്താപ്പ കണ്ടിട്ട് എന്റെ വല്യമ്മ കണ്ടിട്ട് ഡിലീറ്റ് ആക്കും. ഞാൻ ഡിലീറ്റ് ആക്കൂല, കാരണം നമ്മളെ കമ്പനിക്കാരല്ലേ, അപ്പൊ ഡിലീറ്റ് ആക്കാറില്ല. അത് അങ്ങനെ തന്നെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ 2 ദിവസം മുന്നേ കോഴിക്കോട് ബീച്ചിൽ വെച്ചിട്ട് നീ എന്റെ സുൽത്താൻ അല്ലേ എന്ന് പറഞ്ഞൊരു സോങ് ഉണ്ട്, ട്രെൻഡിങ് ആണല്ലോ. അത് ചെയ്യണ സമയത്ത് അവൻ ഭയങ്കര വൈബായിരുന്നു. സൈഫ് ഇങ്ങനൊക്കെ ആക്കിയിട്ട് ഭയങ്കര വൈബ് ചെയ്ത് കഴിഞ്ഞ് രാത്രി ആയപ്പോ ഇൻബോക്സിലേക്ക് വന്നിട്ട് പ്ലീസ് ബ്രോ ഡിലീറ്റ് മൈ വീഡിയോ. അപ്പൊ അത്ര പോലും ധൈര്യമില്ലാത്ത ആളുകളാണ് ചില ആളുകൾ. അങ്ങനെ അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഇതിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. എല്ലാ അനുഭവങ്ങളും ഉണ്ടായിരുന്നു. ഇതിനൊക്കെ നിങ്ങൾ എങ്ങനെ പോസിറ്റീവായിട്ട് തന്നെയാണ്, നിങ്ങളൊരു നാച്ചുറൽ അങ്ങനെയാണ്, പ്രത്യേകിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഇപ്പൊ പബ്ലിക്കിൽ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ചിലപ്പോ ബാക്കിലൂടെ ഏതെങ്കിലും പെൺകുട്ടികൾ പാസ് ചെയ്തിട്ടുണ്ടായേക്കാം. അപ്പൊ അവരാ വീഡിയോ കാണുമ്പോൾ ചിലപ്പോ അറിയുന്നവരാണെങ്കിൽ ഇൻബോക്സിലേക്ക് വന്നിട്ട് ബ്രോ ഞാൻ ആ വീഡിയോയിലുണ്ട്, എന്റെ വീഡിയോ ഒന്ന് ഡിലീറ്റ് ആക്കുമോ, ഞാൻ ഡിലീറ്റ് ആക്കും. കാരണം അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. പിന്നെ നമ്മള് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? 2-3 അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. അത് പറയുമ്പോ 100K ആയ സമയത്ത് ആ പെൺകൊച്ചി കാണുന്നത്. അത്രയും റീച്ച് കയറിയ സാധനം ഏകദേശം 15,000 ഷെയറിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഡിലീറ്റ് ആക്കാം, നമുക്ക് ഡിലീറ്റ് ആക്കാം. പിന്നെ നമ്മൾ ജീവിക്കുന്നത്, നമ്മളിപ്പോ ഇന്ത്യയിലാണല്ലോ അല്ലെ, കേരളത്തിൽ ചെറിയൊരു സംസ്ഥാനം. അപ്പോ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഗൾഫിനെ പോലെയല്ല. ഗൾഫിൽ ഇപ്പൊ ഒരു കല്യാണം ഉണ്ടെങ്കിൽ ആണുങ്ങൾ വേറെ പെണ്ണുങ്ങൾ വേറെ. ഇവിടെ അങ്ങനെയല്ല, മിക്സഡ് ആണല്ലോ. അതുകൊണ്ടാണ് പിന്നെ കേരളത്തിൽ പബ്ലിക് ഡാൻസ് ചെയ്യുന്നത്, ഗൾഫിലും ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ ഗൾഫിൽ വീഡിയോ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കും, അവിടുത്തെ പൗരന്മാര് വീഡിയോയിൽ കുടുങ്ങുന്നുണ്ടോ, കുടുങ്ങാൻ. പിന്നീട് ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഇവിടുത്തെ പോലെ അവിടെ രക്ഷപ്പെടാൻ കഴിഞ്ഞോളന്നില്ല. ഇവിടെ നമുക്ക് ഒന്നെങ്കിൽ സ്റ്റേഷനിൽ കുറച്ച് മാസങ്ങളോ അല്ലെങ്കിൽ പൈസ കൊടുത്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ക്ലിയർ ആവും. അല്ല അവർക്ക് ഇഷ്ടമെങ്കിൽ വീഡിയോ ഡിലീറ്റ് ആക്കിയ പ്രശ്നം തീർന്നു, ഒരു മാപ്പ് പറഞ്ഞാൽ മതി. അപ്പൊ നിങ്ങള് പബ്ലിക്കായിട്ട് കുറെ ഡാൻസ് കളിച്ചിട്ടുണ്ട്, അതിന്റെ വീഡിയോസ് ഒക്കെ ഇൻസ്റ്റയിലും ടിക്ടോക്കിലും ഒക്കെ ഉണ്ട്. നിങ്ങൾ ഈ ഡാൻസ് അവിടെ ചെന്ന് ഗ്രൗണ്ടിൽ, ഓൺ ഗ്രൗണ്ടിൽ എവിടെയാണോ അവിടെ നിന്ന് കളിക്കുന്ന സമയത്ത് അവിടെ നിന്ന് കിട്ടുന്ന ഒരു വൈബ് എങ്ങനെയാണ്? മീൻസ് അവിടെ നിന്ന് കിട്ടുന്ന റെസ്പോൺസ്, അതിൽ നല്ലതും ചീത്തയും ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടല്ലോ. അതിനെ കുറിച്ചൊന്ന്. ഫസ്റ്റ് ഞാൻ ഡാൻസ് കളിക്കുന്നത് ഫറോക്ക് ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ടാണ്, കോഴിക്കോട് ജില്ലയിൽ ഫറോക്ക് ബസ് സ്റ്റാൻഡിൽ. അത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ആളുകളോട് മുൻകൂട്ടി പറയുന്നില്ല. അതായത് ബ്ലൂടൂത്തിന്റെ ഹെഡ്സെറ്റ് കണക്ട് ചെയ്യുന്ന, സോങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന, ക്യാമറ പിടിക്കാൻ ഒരാളെ കിട്ടുന്ന, നമ്മളെ പബ്ലിക്കിലേക്ക് കണ്ട് ഇറങ്ങിയിട്ടാണ് കളിക്കാണ്. കളി തുടങ്ങുമ്പോഴാണ് ആളുകൾ മനസ്സിലാക്കുന്നത് സുഖമില്ലാത്ത ചെക്കനാണെന്ന്. കാരണം നമ്മളിത് ഹെഡ്സെറ്റ് എനിക്ക് മാത്രമേ സൗണ്ട് കേൾക്കുന്നുള്ളൂ. അങ്ങനെ ഈ സ്റ്റെപ്പൊക്കെ കഴിയുമ്പോൾ ആൾക്കാർ കുറെ ആളുകൾ ഇങ്ങനെ അന്തം വിട്ട് നോക്കും. അതാണ് നമ്മൾ ക്യാമറയിൽ സൂമിങ്ങിൽ കൊടുക്കുന്നത് ചില സമയത്ത്. അപ്പൊ കഴിയുമ്പോ ചില ആളുകൾ വന്നിട്ട് പറയും അടിപൊളി ഡാൻസ് ചെയ്തിട്ടോ, പക്ഷെ സോങ് ഇല്ലേ ഇനി. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പിന്നെ ആ സോങ് ഞാൻ അവർക്ക് കേൾപ്പിച്ചു കൊടുക്കും. ഇത് പോസ്റ്റ് ആക്കിയോട് കൂടി 8 മില്യൺ ആയിരുന്നു ആ ഡാൻസ്. അതിനുശേഷം എന്റെ എല്ലാ വീഡിയോസ് 200-ൽ കിടന്ന വീഡിയോ ഫുള്ള് റീച്ച് ആയി പോയി ഇൻസ്റ്റാഗ്രാമിൽ. അങ്ങനെയായിരുന്നു ആ ഒരു അനുഭവം. ആളുകള് ചീത്തൊന്നും വിളിക്കാറൊന്നുമില്ല, ചിലരിങ്ങനെ നോക്കിയിട്ട് ജവാബുല്ല കബൂലില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ പോകും. ഇപ്പൊ ഈ അടുത്ത് നിങ്ങള് വേറൊരു മറ്റേ ഒരു കുപ്പിയൊക്കെ വെച്ചിട്ടൊരു പാട്ട് കളിച്ചില്ലായിരുന്നു മറ്റേ ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ട്? ആ സോങ് ഏതായിരുന്നു? മറ്റേ ദിലീപിന്റെ പഞ്ചാബി ഹൗസിലൊരു സോങ്. അതെന്താ സംഭവം ചോദിച്ചാല് നമ്മൾ ആ ഫിലിം കണ്ടതാണ്. അപ്പൊ അതില് പിന്നെ കിണറുമലൊക്കെ കിടന്നാണ്ടുള്ള സ്റ്റെപ്പുകളാണ്. അപ്പൊ ഞാൻ ബസ് സ്റ്റാൻഡിലുള്ളത്. അപ്പൊ അതേപോലെ തന്നെ എനിക്ക് തോന്നി എന്ത്, ഒരു ബോട്ടിൽ ഉണ്ടായിരുന്നു അവിടെ. ഞാൻ മദ്യപിക്കാറില്ല കേട്ടോ. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം വന്നപ്പോ ഒരു കാലി ബോട്ടിൽ എടുത്തിട്ട് കുറച്ച് വെള്ളം അതിൽ നിറച്ചിട്ട് ഇങ്ങനെ ഒഴിച്ചിട്ട് വെള്ളം അടിക്കുന്ന ഒരു സീൻ ചെയ്തിട്ട് പാന്റിന്റെ മുകളിൽ തുണി. ആളുകൾ നമ്മളെ ശ്രദ്ധിക്കണം. അത് വിചാരിച്ച് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മള് വേറെ എത്തിപ്പെടാനല്ല. അപ്പൊ അത്രയും ആളുകൾ ആ വീഡിയോ കാണുമ്പോൾ, ചില ആളുകൾ ആ വീഡിയോ കണ്ട് ഒരുപാട് ആളുകൾ ചിരിക്കാറുണ്ട്. ചില കമന്റ്സുകൾ കാണാം. 2 ദിവസം മുന്നേ എന്റെ മോളിൽ സ്ഥിരമായിട്ട് കരയും, സൈഫിന്റെ വീഡിയോ കാണുമ്പോൾ മോൾ കരച്ചിൽ നിർത്തും. അപ്പൊ കാണുമ്പോ എനിക്ക് ചിരി. അതാണ് അങ്ങനെ. അപ്പോ ആ വീഡിയോസിന്റെ ഒക്കെ ഇതേപോലെ വീഡിയോകളുടെ പിന്നിൽ വേറെ എന്തെങ്കിലും കഥകളുണ്ടോ? വീഡിയോസിന്റെ പുറകില് അങ്ങനെ കഥകളൊന്നുമില്ല. ഞാൻ എന്റെ ഒരു മനസ്സുഖത്തിന് വേണ്ടിയിട്ട് വീഡിയോസ് ചെയ്യുന്നു, അതങ്ങനെ പോകുന്നു. പിന്നെ ഞാൻ ക്യാപ്ഷനിൽ കൊടുക്കാറുണ്ട്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. ഇപ്പൊ ഉദാഹരണം സലീം കൊടിയത്തൂരിന്റെ പാട്ടാണ് ഞാൻ കൂടുതൽ സെലക്ട് ചെയ്യാറ്. അത് വിരഹത്തിന്റെ ഗാനങ്ങളാണ്. അപ്പൊ എന്നോട് ചോദിക്കാറുണ്ട് സൈഫൂന് ലൈൻ ഉണ്ടോ, ലവർ ഉണ്ടോ, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. എന്റെ ലൈഫിൽ അങ്ങനെ ഒരു പ്രണയം ഉണ്ടായിട്ടില്ല.
+2 പഠിക്കുന്ന സമയത്ത് എനിക്കൊരു ഇഷ്ടം ഒരു കൊച്ചിനോട് തോന്നിയിട്ടുണ്ടായിരുന്നു. ചിലപ്പോ ഈ വീഡിയോ അവളും കാണുന്നുണ്ടാവും. ആളെ പേരൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല. പക്ഷെ അത് തിരിച്ചിങ്ങോട്ടില്ലായിരുന്നു എന്നൊക്കെയാണ് ഞാൻ പിന്നീട് അറിയാൻ കഴിഞ്ഞത്. ഇപ്പൊ എവിടെ അതിന്റെ പിന്നാലൊന്നും പിന്നെ പോയില്ല. ഇല്ല. പിന്നെ നമ്മള് ജീവിതത്തിന്റെ ഓരോ ബുദ്ധിമുട്ടും പ്രയാസം കാരണം ജീവിതത്തിലേക്ക് കടന്നു. ഭാര്യയായി, മക്കളായി, ഉമ്മായി, ഇപ്പൊ ആ ഒരു ഫാമിലി ആയിട്ട് ഇങ്ങനെ ആ ലോകത്തിലൂടെ പോവാണ്. ഫ്രണ്ട്സ് ഒരുപാടുണ്ട്, ഗൾഫിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും. അത് ജെൻസും ഉണ്ട്, ഗേൾസും ഉണ്ട്. ഈ എന്തുകൊണ്ടാണ് ഈ വിരഹ സോങ് മാത്രം സെലക്ട് ചെയ്യാൻ കാരണം? ഈ പറഞ്ഞ രണ്ടിൽ ഏതാണ് കാരണം, അല്ല വേറെ എന്തെങ്കിലും കാരണമാണോ? ഇല്ല, വിരഹ സോങ് ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് കമന്റ്സുകൾ വരാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, കമന്റ്സ് വായിക്കാനാണ് ഇഷ്ടം. പിന്നെന്ന് പറഞ്ഞ വിരഹത്തിന്റെ സോങ്ങുകൾ എനിക്ക് ഏറ്റവും കൂടുതൽ കാണാതെ അറിയാം. ഞാന് പൊതുവെ നമ്മുടെ നേച്ചർ അങ്ങനത്തെ അങ്ങനെയാണ്. പിന്നെ ആകെ കരോക്കെ ഇട്ടിട്ട് പാടാറുണ്ട് 3 സോങ്ങുകളാണുള്ളത്. അത് ഞാൻ ചില കല്യാണ വേദികൾ കിട്ടിയാ പാടാറുണ്ട്. നമ്മൾ തന്നെ പാടും. കരോക്കെ അത് ഫോണിൽ എപ്പോഴും ആ കരോക്കെ സ്റ്റോക്ക് ഉണ്ടാവും. ഇപ്പൊ ഉദാഹരണം ഇപ്പൊ ഇങ്ങനെ പോകുമ്പോ ഒരു പ്രോഗ്രാം കണ്ടാല് ചിലപ്പോ നമ്മൾ അറിയുന്ന സുഹൃത്തുക്കൾ സൈഫ് ഒരു പാട്ട് പാടും ചോദിക്കുമ്പോ കിട്ടിയ അവസരം മാക്സിമം ഏതാണ് ആ 3 പാട്ട്? അത് ഒന്ന് മറ്റേ ഒരു കടക്കണ്ണിൽ മൂനെ കൊണ്ട് പറഞ്ഞിട്ട് സോങ് ഉണ്ട്. അതൊക്കെ കല്യാണപ്പേരിലൊക്കെ പാടാൻ പറ്റിയ പാട്ടാണ്. അത് പാടാറുണ്ട്. പിന്നെ ഒരു ഹിന്ദി സോങ് ഉണ്ട്, യാഹാലി, ഹിന്ദി. അങ്ങനെ 2-3 സോങ്ങുകളാണ് കൂടുതൽ. പിന്നെ വിരഹത്തിന്റെ കുറെ പാട്ടിന്റെ 4 വരികൾ അറിയാം. ടിക്ടോക്കിലും ഇൻസ്റ്റയിലും സ്ഥിരമായിട്ട്. അപ്പൊ ആ റീല് വെച്ച് ലിപ് മൂവ്മെന്റ് കൊടുത്തിട്ട് കറക്റ്റ് ആയിട്ടാണ് ചെയ്യും. ഇതിൽ ഏതെങ്കിലും ഒരു പാട്ട് ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് മൂളിത്തരാൻ പറ്റുമോ? നിങ്ങൾക്ക് അറിയാന്ന് പറഞ്ഞ. എനിക്ക് പനിയാണ്, സൗണ്ട് അത്ര പെർഫെക്റ്റ് ആവൂല. വേണമെങ്കിൽ ജസ്റ്റ് ഒരു പരി പാടാം. ട്രോളന്മാർക്ക് ഒരു കണ്ടന്റും കൂടെ. ട്രോളുകളൊക്കെ വന്നിട്ട് അതൊന്നും കുഴപ്പമില്ല, പാടാല്ലേ. കാടക്കണ്ണിൽ മൂന കൊണ്ടന്നീട നെഞ്ചിനാകം വെട്ടി പിടിച്ചൊരു പെണ്ണാളെ, എന്റെ പിടയ്ക്കുന്ന കരളുള്ളിൽ മുഹബത്തിൻ മധുരത്തെ ഒളിപ്പിച്ച കണ്ണാളെ, എന്നെ കുടുക്കിയ പൂമോളെ, ആരയെണ്ണം പീഡ പോലെ കുണുങ്ങിനി നടക്കും, ആരിലിപ്പും ഈ കണ്ട് കവിതകൾ കുറിക്കും, അതു കണ്ടൻ മനസ്സാകെ പതയ്ക്കും, കരിമിയുടെ മെയ്യനോട്ടം കണ്ടാൽ കനലാകെ കനലാട്ടം. ഇപ്പൊ ഞാൻ 2 പാരഗ്രാഫാണ് പാടിയത്. കരോക്കും കാര്യങ്ങളൊക്കെ വരുമ്പോൾ സെറ്റ് ആവും. ഇപ്പൊ സുഖമില്ലാത്തത് കൊണ്ടാണ്, പനിയാണ്, തൊണ്ടവേദനയാണ്. ഏതായാലും കേട്ടെടുത്തോളം കൊള്ളാം. അപ്പൊ അങ്ങനെയാണ് മൊത്തത്തില് കാര്യങ്ങളുടെ ഒരു കിടപ്പ്. അപ്പൊ ഇപ്പൊ ഏതായാലും വന്നിട്ട് ഇപ്പൊ എത്ര ആയി ഗൾഫിൽ നിന്ന് വന്നിട്ട്? ഇപ്പൊ 2 ആഴ്ചയായി ഗൾഫിൽ നിന്ന് വന്നിട്ട്. 4 മാസമായിട്ടുള്ളതിന് പോയിട്ട്. അപ്പൊ പെട്ടെന്ന് സുഖമില്ലാതായപ്പോ തിരിച്ചു വരേണ്ട ഒരു സാഹചര്യം വന്നു. ഇനി തിരിച്ചു പോക്ക് എങ്ങനെയാണ്? മാഡം 1 മാസം ലീവാണ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ബോസ് 2 മാസം തന്ന്. അപ്പൊ ഇന്നലെ മാഡം എന്നെ വിളിച്ചു, എന്നോട് പറഞ്ഞു സേഫ് 1 മാസം പാടെ അവിടെ കൂടുതൽ നിന്നോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ നോക്കാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നോക്കട്ടെ, ഈ മാസം ലാസ്റ്റിലേക്കോ അല്ല അടുത്ത മാസം ലാസ്റ്റിലേക്കായിട്ട് തിരിച്ചു ഒരു പ്രാവശ്യം പാടെ പോകണം എന്ന് വിചാരിക്കുന്നുണ്ട്. പ്രവാസം ഇഷ്ടമല്ല സത്യത്തില്. പിന്നെ ചില സാഹചര്യങ്ങളെ കൊണ്ട് അങ്ങനെ പോയതാ. അങ്ങനെ പോകേണ്ടി വന്നതാണ് സത്യത്തിൽ. അങ്ങനെ ഇൻഷാ അല്ലാഹ് വേഗാതെ തന്നെ നിർത്തും. ഇനി നമ്മളെ ഇപ്പൊ തുടർന്നുകൊണ്ടിരിക്കുന്ന വീഡിയോസ് സാധനങ്ങളൊക്കെ അത് ഈ രീതിയിൽ തന്നെയാണോ, അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുമോ, അല്ലെങ്കിൽ കുറച്ചും കൂടി പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ ആൾക്കാർക്ക് പ്രതീക്ഷിക്കാമോ? എങ്ങനെയാണ് അതിന്റെ ഒരു ഘടന? ഞാൻ സ്ഥിരമായിട്ട് വീഡിയോ ചെയ്യുന്ന വ്യക്തി ഗൾഫിലുള്ള സമയത്താണ്. നാട്ടിലുള്ള സമയത്ത് സ്ഥിരമായിട്ട് ചെയ്യാറില്ല. ഇനി മുന്നോട്ട് ഇപ്പൊ 2 ആഴ്ച ചെറിയൊരു ടെൻഷനിലല്ലേ. ആ 2 ആഴ്ച കഴിഞ്ഞാല് എന്റെ പ്രിയ സുഹൃത്ത് ഡാൻസ് മാസ്റ്ററുടെ കൂടെ മറ്റേ ഒരു ഡാൻസ് പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചിട്ട് ഒരു 3 മിനിറ്റുള്ള അത് പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചിട്ട് ഇൻഷാ അല്ലാഹ് ചെയ്തിട്ട് മുന്നോട്ട് പോകണം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പ്രവാസ ലോകം ഉള്ളിടത്തോളം കാണും. നാട്ടിൽ വരുമ്പോ ഇതേപോലെ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോ ചെയ്യും, അത്രമാത്രം ആഗ്രഹിക്കുന്നുള്ളൂ. അങ്ങനെയുള്ളൂ, അല്ലാതെ കണ്ടിന്യൂ ആയിട്ട് പോകാൻ പ്രയാസം. ഇപ്പൊ പഴയ പോലെ ഒന്നും ചെയ്യാറില്ല. ഇപ്പൊ ഡാൻസിന്റെ വീഡിയോസ് കുറവാണെന്ന് തോന്നുന്നു. കുറവാണ്. ഇപ്പൊ വന്നതിന് ശേഷം ഒരു 10-15 എണ്ണം ചെയ്തു. 2 ചെമ്മാട് ബസ് സ്റ്റാൻഡിൽ നിന്നായിരുന്നു. ഒരു വെള്ളടിച്ചിട്ടുള്ള ഒരു സീനും. പിന്നെ അതൊക്കെ അത്യാവശ്യം നല്ല റീച്ചിൽ പോയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതല്ലാതെ വ്ളോഗിംഗ് രീതിയിലോട്ട് എന്തെങ്കിലും മാറണം, അങ്ങനെ എന്തെങ്കിലും? ഞാൻ യൂട്യൂബിലുണ്ട്, പക്ഷെ എന്റെ യൂട്യൂബ് ക്ലിക്ക് ആവുന്നില്ല. ഇൻസ്റ്റാഗ്രാമും ടിക്ടോക്കും ആണ് ഏറ്റവും കൂടുതൽ റീച്ചിൽ പോകുന്നത്. യൂട്യൂബ് എങ്ങനെ വീഡിയോ ഇട്ടിട്ടും അത് മാക്സിമം 2 ലൈക്ക് അല്ലെങ്കിൽ 2 കമന്റ്സ് റീച്ച് ഉണ്ട്. അത് 456K അങ്ങനെയൊക്കെ വരുന്നുണ്ട്. പക്ഷെ അത് ക്ലിക്ക് ആവാത്തത് കൊണ്ട് പിന്നെ അതിലേക്ക് കൂടുതൽ ഇൻവോൾവ് കൊടുക്കുന്നില്ല. അങ്ങനെ അതിലേക്ക് ഒന്ന് കൈ കടത്താൻ ശ്രമിക്കുന്നുണ്ട്. ഇനി
പിന്നെ യൂട്യൂബിൽ ഞാനിപ്പോ എല്ലാരും വിചാരിക്കും എഡിറ്റിംഗ്, എനിക്ക് എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും അറിയില്ല. എന്റെ കയ്യിലൊരു മൊബൈൽ ഉണ്ട്, വീഡിയോ എടുക്കാൻ മാത്രമേ എനിക്ക് അറിയുള്ളൂ. എഡിറ്റിംഗ് ഇപ്പൊ കുറേശ്ശെ പഠിച്ചു വരുന്നുള്ളൂ. യൂട്യൂബിൽ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കണ്ടന്റും കാര്യങ്ങളും നമ്മള് ആളുകൾ ഇങ്ങനെ വാച്ചിങ് അവർ ഒക്കെ ആണല്ലോ അതിന് മെയിൻ ആയിട്ട്. അപ്പോ അതിന്റെ പുറകെ ഇനി പോയിട്ട് സമയം കളയാൻ വയ്യ. എങ്ങനെയെങ്കിലും നയിക്കുക, ഒരു ഇരിക്കൂര ഉണ്ടാക്കുക, പ്രവാസം നിർത്തുക എന്നുള്ളൊരു ചിന്താഗതി. പ്രവാസം നിർത്തി വന്നിട്ട് ഇവിടെ എന്തെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? ഞാനിവിടെ നാട്ടിൽ ബസ്സിൽ ഡ്രൈവറായിരുന്നു. ഇപ്പൊ പണ്ടത്തെ പോലെ ബസ്സിൽ ഇനി കയറാൻ പറ്റാത്തൊരു സാഹചര്യം. കാരണം മക്കളായി, ഇനി അടിയും പ്രശ്നങ്ങളും പോലീസ് കേസുമായിട്ട് നടക്കാൻ താല്പര്യമില്ല. ഇൻഷാല്ല ഒഴിവാക്കി വരികയാണെങ്കിൽ ചെറുവണ്ടിയിലെങ്കിലോ അല്ലെങ്കിൽ അപ്പത്തെ സാഹചര്യം പോലെ ഇൻഷാല്ല പടച്ചോടെ ഇങ്ങനെ കണക്കാക്കുന്നത് അതുപോലെ വരും. ചെറിയ വണ്ടിയിൽ എന്തെങ്കിലും കയറിയിട്ട് ആ ഫാമിലി ആയിട്ട് ഇങ്ങനെ ജീവിച്ചു പോകാൻ ആഗ്രഹിക്കുന്നത്. അതെ അല്ലേ. ഇനി എന്താണ് ഭാവി, ഇനി എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്? അതായത് ഇപ്പൊ നമ്മുടെ നാട്ടില് ഒരുപാട് കുട്ടികളെ അക്കൗണ്ട് ഇതേപോലെ നല്ല നല്ല ഡാൻസർമാര് ഇപ്പൊ ഞാൻ നാട്ടിലുണ്ട്, മേ ബി 2 months ഉണ്ടാവും. അപ്പൊ നമ്മളെ വീഡിയോസ് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഇൻസ്റ്റാഗ്രാമിന്റെ ഇൻബോക്സുമായിട്ടൊന്ന് ബന്ധപ്പെടാം. എന്നിട്ട് ആ മക്കളെ അക്കൗണ്ട് റീച്ച് ഇല്ല എന്നുണ്ടെങ്കിൽ അവര് എൻ്റെ അക്കൗണ്ടിൽ വീഡിയോ ചെയ്തോട്ടെ. എന്നിട്ട് വേണമെങ്കിൽ അത് നമുക്ക് കൊളാബ് ചെയ്ത് കൊടുക്കാം. അപ്പൊ അവരെ അക്കൗണ്ട് റീച്ചിൽ പോകുമല്ലോ. അപ്പൊ കഴിവുള്ള കലാകാരികളും എവിടെയെങ്കിലൊക്കെ എത്തിപ്പെടും. എന്നെ കൊണ്ട് പറ്റുന്ന ഡാൻസാണ് അവരെനിക്ക് കാണിച്ചു തരികയാണെങ്കിൽ 30 സെക്കൻഡ്, മേ ബി 1 minute അത്ര വരുന്നുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ നമുക്ക് അവരെ അക്കൗണ്ട് പാടെ നമുക്ക് റീച്ചിൽ കൊണ്ടുപോകാൻ പറ്റുന്നതായിരിക്കും. അങ്ങനെ ഡാൻസ് പ്രൊഫഷണലി പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ അത് ഇനി പഠിച്ച് നല്ല അടിപൊളി സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളെ അധികം വൈകാതെ കാണാൻ പറ്റുമോ? അത് ഞാൻ കൂടുതൽ പ്രതീക്ഷ ജനങ്ങൾക്ക് കൊടുക്കുന്നില്ല. കാരണം ഞാനൊരു പ്രവാസി ആയതുകൊണ്ട് ഇപ്പൊ ഞാൻ ഇനിയിപ്പോ ഒരു ഡാൻസ് പഠിക്കാൻ പോവുകയാണെങ്കിൽ തന്നെ 2 ആഴ്ച അതിന് കൂടുതൽ പ്രാക്ടീസ് എഫേർട്ട് എടുക്കണം. അത് കഴിഞ്ഞതിന് ശേഷം അത് വളരെ പെർഫെക്റ്റ് ആയിട്ട് ഒരു ഡാൻസ് എങ്കിലും ഞാൻ പ്രതീക്ഷിച്ച് ഞാൻ ചെയ്യും. അതെന്റെ ഒരു ആഗ്രഹമാണ്. അത് നാട്ടിലുള്ള സമയത്ത് തന്നെ ചെയ്യും. പിന്നെ ഗൾഫിൽ പോയി കഴിഞ്ഞാൽ വീണ്ടും ചിലപ്പോൾ ഹിന്ദി സോങ്ങോ ഹിന്ദി പാട്ട് ഒരുപാട് കാണാതെ അറിയാം. കാരണം എനിക്ക് ഒരുപാട് ഭാഷകൾ അറിയാം. കാരണം ഗൾഫിൽ ഒരുപാട് കാലമായത് കൊണ്ട്. അപ്പം പിന്നെ ആ രീതിയിൽ അങ്ങനെ മുന്നോട്ട് പോകുന്നതായിരിക്കും. അങ്ങനെ നിങ്ങളുടെ ഡാൻസ് പെർഫെക്റ്റ് അല്ല എന്നുള്ള ബോധം നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളത് അങ്ങനെ കുറെ കമന്റുകൾ ഉണ്ട്. നിങ്ങൾക്ക് അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? എൻ്റെ ഡാൻസ് പെർഫെക്റ്റ് അല്ല. കാരണം ഇപ്പൊ നമ്മുടെ ഒരു സോങ് കേൾക്കുമ്പോൾ ഒരു മുക്കാപ്പില ഒരു നല്ല അടിപൊളി സോങ് ആണ്. ആ സോങ് കേൾക്കുമ്പോൾ ഓരോ പാരഗ്രാഫിൽ വരുമ്പോൾ ആ സ്റ്റെപ്പ് അവിടെ നിന്ന് അതിനുശേഷം രണ്ടാമത് പുതിയൊരു സ്റ്റെപ്പിലേക്ക് മാറുമ്പോഴാണ് പാട്ടിനനുസരിച്ച് സ്റ്റെപ്പ് പോകത്തുള്ളൂ. പക്ഷെ ഞാൻ അങ്ങനല്ല. ഞാൻ എങ്ങനെങ്കിലും മാക്സിമം എത്തിക്കാൻ നോക്കും ചില സോങ്ങുകൾ. പക്ഷെ ചിലത് എത്തൂല. പക്ഷെ എന്നാലും എത്രയോ ബാഡ് കമന്റ് ഇടുന്ന ആൾക്കാരുടെ ഒറ്റ ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളൂ. പബ്ലിക്കിൽ നിന്നിട്ട് 4 ആളെ മുമ്പിൽ നിന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ അവർക്ക് ധൈര്യം ഉണ്ടോ? വേണ്ട. 2 സ്റ്റെപ്പ് ഒരിടും, ഞാൻ ഈ പ്ലാറ്റ്ഫോം വിട്ടുപോകും. അവര് ലഹരി നമ്മൾ ചെയ്യുന്ന പോലെ അവരെ വെല്ലുവിളിക്കുന്ന രീതിയിൽ ഒരു ചോദ്യമാണ്. കാരണം ബാഡ് കമന്റ് എഴുതുന്നവരോട് മാത്രമാണ്. എല്ലാവരോടും ഞാൻ ആ ചോദ്യം ചോദിക്കാൻ പറ്റില്ല. കാരണം ഇന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അപ്പൊ അവര് പബ്ലിക്കിൽ നോർമലായിട്ട് എന്നെ പോലെ സാധാരണ മനുഷ്യനായിട്ട്, അല്ലാതെ ലഹരി വസ്തുക്കൾ എന്തോ ഉപയോഗിച്ച് വരുന്നവർക്ക് പബ്ലിക് എന്താണെന്നൊന്നും അറിയില്ല. അപ്പൊ എനിക്ക് ഏത് സ്റ്റെപ്പ് ഇടാം. അപ്പൊ ജനങ്ങൾക്കൊരു ചോദ്യം ഉണ്ടോ, സേഫ് ലഹരി ഉപയോഗിച്ചിട്ടാണോ? അല്ല, എനിക്ക് എന്റെ മനസ്സിന്റെ ഒരു ധൈര്യമാണ്. അത്രേ ഉള്ളൂ. അപ്പൊ ഏതായാലും നമ്മൾ കുറെ സമയം സംസാരിച്ചു, കുറെ കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങളൊരു ഇന്റർവ്യൂ പബ്ലിക്കായിട്ട് പുറത്തു വരുന്ന ആദ്യമായിട്ടാണെന്ന് തോന്നുന്നില്ലേ? അതെ, ആദ്യമായിട്ടാണ്. നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പ്രേക്ഷകരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞു. പറഞ്ഞിട്ടുണ്ട്. ഇനിയൊന്നും ബാക്കിയില്ല. ഇല്ല, പറഞ്ഞിട്ടില്ല. ഏതായാലും നിങ്ങൾ എന്നെ ഇങ്ങനെ വിളിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളെ കാണാൻ പറ്റിയത് അതിലേറെ സന്തോഷമുണ്ട്. അപ്പോ ഇത്ര മാത്രമേ നിങ്ങൾക്ക് പറയാനുള്ളൂ. ഏതായാലും നമ്മളോട് ഇത്രയും നേരം സംസാരിച്ചിട്ട് നമുക്കും ഭയങ്കര സന്തോഷമുണ്ട്. അതിന് ഒരു അവസരം തന്നതിന് നന്ദി. ഏതായാലും നിങ്ങളെ സമയം എനിക്ക് വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്തല്ല, അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഏതായാലും സന്തോഷം. നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. ശരി.